സാറേ, എല്ലാവർക്കും നമസ്കാരം. ഗുരുതുല്യരായ സീനിയേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എനിക്കിന്ന് ഒരു അവസരം ഈ സൂമിൽ തന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നതാണ്. നമ്മളെ കമ്പനി ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ ആരോഗ്യ സംബന്ധമായ ഉൽപ്പന്നങ്ങളാണ്. അതിൽ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷമായി. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ കമ്പനിയുടെ ഒരേ ഒരു പ്രൊഡക്റ്റ് കാന്ത ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ആണ് കമ്പനി വിറ്റഴിച്ചുകൊണ്ട് ഇന്ന് ഈ കാണുന്ന രീതിയിൽ വളർന്നു പന്തലിച്ച് ഇതേപോലെ ആയത്. കേൾക്കണ്ടോ സാറേ? കേൾക്കണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഇപ്പൊ കാണണ്ട, പിക്ചർ കാണണ്ട? ഉണ്ട് ഉണ്ടല്ലോ. സാറിനെ കാണുന്നുണ്ട്, സ്ലൈഡ് ഉണ്ട്. അപ്പൊ കാന്ത ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങള് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കമ്പനി ഇന്ന് ഈ രീതിയിൽ വളർന്നു പന്തലിച്ചത്. അപ്പൊ ഇന്ന് അത്ഭുതകരമായ ഒരു വിജയമാണ് കമ്പനിയും നമ്മളുടെ ഉൽപ്പന്നങ്ങൾ കൈവരിച്ചത്. കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അഭിമാനമുണ്ട്. കാരണം കൊറോണ സമയത്ത് അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാതെ ലോകം നെട്ടുവട്ടം ഓടുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ഓക്സിജൻ സിലിണ്ടറുടെ സഹായം ഇല്ലാതെ തന്നെ രക്ഷിക്കാനായിട്ട് നമ്മൾ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ച് കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഒരു ഉൽപ്പന്നമാണ് നമ്മളുടെ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഉൽപ്പന്നമാണ് നമ്മൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ചികിത്സാ സമ്പ്രദായമാണ് മാഗ്നറ്റ് തെറാപ്പി. കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാന്ത ചികിത്സ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് മാഗ്നറ്റ് തെറാപ്പി എന്ന് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അഥർവവേദത്തിലാണ്. നമ്മളെ 4 വേദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദമായിട്ടുള്ള ഋഗ്വേദം, സാമം, അഥർവം. ആ അഥർവവേദത്തിലാണ് മാഗ്നറ്റ് തെറാപ്പിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വേദകാലഘട്ടത്തിൽ അഥർവവേദം എഴുതിയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5500 വർഷങ്ങൾക്ക് മുമ്പാണ്. ക്രിസ്തുവിന് 3500 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ അഥർവവേദത്തിലെ ഒരു അധ്യായം തന്നെ നമ്മളുടെ മാഗ്നറ്റ് തെറാപ്പിയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്തത്തിന്റെ പരമാണുക്കൾ എപ്പോഴും സമാന്തര രേഖയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് കാന്തത്തിന് ഇരുമ്പിനെ ആകർഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഭാരതത്തിൽ നിലവിലിരുന്ന പല ചികിത്സാ സമ്പ്രദായങ്ങളിലും മാഗ്നറ്റ് തെറാപ്പി അംഗീകരിക്കപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നു. ഇപ്പൊ സിദ്ധവൈദ്യം ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അത് ഇന്ത്യയിൽ പുരാതന കാലം തുടങ്ങി നിലനിന്നിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. സിദ്ധവൈദ്യം എന്ന് പറയുമ്പോൾ സിദ്ധന്മാരുടെ വൈദ്യമാണ്, ശ്രേഷ്ഠരായ ആളുകളുടെ വൈദ്യമാണ്. അറിയാം, മഹർഷിമാരുടെയും മുനിമാരുടെയും അതിലെ ശ്രേഷ്ഠരായ ആളുകളുടെയും വൈദ്യമാണ് ഈ സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. സിദ്ധവൈദ്യത്തില് കാന്തലോഹ ഭസ്മം എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം തന്നെ ഒരു ദിവ്യ ഔഷധമായിട്ട് അത് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സിദ്ധവൈദ്യത്തില് ഈ കാന്തലോഹ ഭസ്മത്തെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ കാന്തത്തെ സംബന്ധിച്ച് പറയുന്നത്, പച്ചിരുമ്പിനേക്കാളും 100 മടങ്ങ് ശ്രേഷ്ഠമാണ് ഉരുക്ക്, ഉരുക്കിനേക്കാളും 100 മടങ്ങ് ശ്രേഷ്ഠമാണ് കാന്തം. അതുകൊണ്ടാണ് ഈ ലോഹഭസ്മത്തിന് കാന്തം ഉപയോഗിക്കുന്നത്. കാന്തലോഹ ഭസ്മം എന്നാണ് അതിന്റെ പേര് തന്നെ. അത് ദേഹകാന്തി വർദ്ധിപ്പിക്കുന്നുണ്ട്, ത്രിദോഷങ്ങളെ ശമിപ്പിക്കുന്നുണ്ട്. ത്രിദോഷങ്ങളെ ശമിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ആ ആൾ ആരോഗ്യവാനാണ്. ഇപ്പൊ രോഗം വരാനുള്ള പ്രധാന കാരണം ആയുർവേദം പറയുന്നത് ത്രിദോഷങ്ങളിൽ വരുന്ന ഒരു ഇംബാലൻസ് ആണ് രോഗം വരുന്നതിന്റെ പ്രധാന കാരണം. അപ്പൊ ത്രിദോഷങ്ങളെയും ശമിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തി പരിപൂർണ ആരോഗ്യവാനായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ത്രിദോഷങ്ങളെയും ശമിപ്പിക്കാനായിട്ട്, ദേഹകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് ക്ഷയം, കുഷ്ഠം, വിസർപ്പം, മേഹപ്പുറ്റ്, വ്രണം, അർശസ്, ഗുൽമം, പാണ്ട് എന്നീ രോഗങ്ങൾ കാന്തലോഹ ഭസ്മം ഉപയോഗിച്ച് മാറ്റാവുന്നതും ആ രോഗങ്ങൾക്ക് ശ്രേഷ്ഠവുമാണ് എന്നാണ് നമ്മളുടെ സിദ്ധവൈദ്യത്തിൽ പറയുന്നത്. അത് സിദ്ധവൈദ്യത്തിന്റെ കൽപ്പ ചികിത്സാ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്.
അതോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിലും ഈ കാന്ത ചികിത്സയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഡോക്ടർ സാമുവൽ ഹാനിമാൻ രചിച്ച ഹോമിയോ തത്വശാസ്ത്രത്തിൽ 207 ഖണ്ഡികയിൽ ധാതുകാന്തത്തിന്റെ പ്രയോഗം രോഗശമനത്തിന് വേണ്ടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 288 ഖണ്ഡികയിൽ പറയുന്നത് ദൈവം പ്രദാനം ചെയ്യുന്ന പ്രതിഫലം കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത അത്ഭുതകരമായ ഒരു സംഗതിയാണ് കാന്ത ചികിത്സ എന്നാണ് ഡോക്ടർ സാമുവൽ ഹാനിമാൻ പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കാന്തം ആവർത്തിച്ചുണ്ടാക്കുന്ന മരുന്ന് ഹോമിയോയില് ചികിത്സക്ക് വേണ്ടി പ്രത്യേകം അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കാന്ത ചികിത്സ ലോകത്തിന്റെ മുന്നിൽ ഇത്രയേറെ പ്രചരണം കൊടുത്തത് സ്വിറ്റ്സർലൻഡിലെ പ്രശസ്തനായ ഡോക്ടർ പാരസെൽസ് ആണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലം 1493 തുടങ്ങി 1551 വരെയുള്ള വർഷങ്ങളിലാണ്. അതിന് 15-ാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർ പാരസെൽസ് എന്ന് പറയുന്നത്. അദ്ദേഹം 100% രോഗം മാറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അലോപ്പതി ഡോക്ടറായ അദ്ദേഹത്തിന് അലോപ്പതി മരുന്നുകൊണ്ട് 100% രോഗം മാറ്റി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം നാച്ചുറൽ പൊതി പ്രയോജനപ്പെടുത്തി നോക്കി, ഹൈഡ്രോതെറാപ്പി പ്രയോജനപ്പെടുത്തി നോക്കി, മഡ് ചികിത്സ പ്രയോജനപ്പെടുത്തി നോക്കി. എന്നിട്ടും 100% റിസൾട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ പുരാതന കാലം തുടങ്ങി ഉപയോഗിക്കുന്ന കാന്ത ചികിത്സ പ്രയോജനപ്പെടുത്തിയപ്പോൾ അത്ഭുതകരമായ രീതിയിൽ 100% റിസൾട്ടാണ് കിട്ടിയത്. ലോകത്തിന്റെ മുന്നിൽ കാന്ത ചികിത്സ വളരെയേറെ പ്രചരിപ്പിച്ച ഒരു വ്യക്തിയാണ് പാരസെൽസ്. അദ്ദേഹത്തിന്റെ ഗവേഷണത്തില് ഈ കാന്ത ചികിത്സ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രയോജനപ്പെടുന്നത് എന്ന് അദ്ദേഹം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, മനുഷ്യ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങൾക്കുണ്ട്. ഈ കോശങ്ങൾക്ക് ഓരോന്നിനും ഒരു സെൽ വോൾട്ടേജ് ഉണ്ട്. ആ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് ശരീരത്തിന്റെ ഡിസോർഡർ. അപ്പൊ മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ ഓരോ കോശങ്ങളുടെയും സെൽ വോൾട്ടേജ് ക്രമീകരിക്കാനും ഓരോ വ്യക്തിയെയും പൂർണ്ണ ആരോഗ്യവാനാക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന്റെ മുന്നിൽ തെളിയിച്ച പ്രശസ്തനായ വ്യക്തിയാണ് പാരസെൽസ് എന്ന് പറയുന്ന വ്യക്തി. ഇനി അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യന്റെ പേരാണ് മെസ്മർ എന്ന് പറഞ്ഞത്. പല കുറ്റവാളികളിൽ നിന്ന് തെളിവ് ശേഖരിക്കാനും മറ്റുമൊക്കെ മെസ്മറിസം ഒരു ശാസ്ത്രീയ ശാഖയായിട്ട് ലോകം അംഗീകരിച്ച്, അത് മെസ്മറിന്റെ പേരിൽ തന്നെയാണ് ഈ ത്തില് കാന്ത ചികിത്സ കൊണ്ട് രോഗം മാറിയ ഒരു ടെസ്റ്റിമോണിയൽ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് 29 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് ശക്തമായ തലവേദനയുണ്ട്. ആ തലവേദന വരുമ്പോൾ ഛർദിയുണ്ട്, ബോധക്കേടുണ്ട്, ഉഗ്ര കോപമായിരിക്കും. പിശാച് ആവാഹിച്ചത് പോലുള്ള ഒരു പ്രതിഭാസമായിരിക്കും ആ സ്ത്രീ. അന്ന് അറിയപ്പെടുന്ന എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെയും അവർക്ക് രോഗശമനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷെ കാന്ത ചികിത്സയിലൂടെ, കാന്ത പ്രയോഗത്തിലൂടെ അവർക്ക് 100% ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചു, പൂർണ്ണ ആരോഗ്യവതി ആക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പോ ഈ ആധുനിക കാലഘട്ടത്തില് നമ്മൾ ആസ്റ്റർ മെഡിസിനിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള മൂപ്പന്റെ മകളായിട്ടുള്ള അലീഷ മൂപ്പൻ പറയുന്നത്, ഇനി ഈ അലോപ്പതിക്ക് പാരലായിട്ട് അല്ലെങ്കിൽ ഇന്നുള്ള ചികിത്സാ സമ്പ്രദായത്തിന് പാരലായിട്ട് ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഗവേഷണം നടക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒന്ന് നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കുറെ കൂടി സൗകര്യപ്രദമാണ്. അത് നല്ലതാണ് എന്ന് പ്രൂഫ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ലോകം മുഴുവനും ഇന്നുള്ള ചികിത്സാ സമ്പ്രദായത്തിന് ബദലായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ, ഇനി വരാൻ പോകുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ചികിത്സാ സമ്പ്രദായം PME ആണെന്നാണ് പറയുന്നത്. PEME ഷോർട്ട് ഫോമിലാണ് പറയുന്നത്. അതിന്റെ മുഴുവൻ വാക്കും പൾസ് ദി പവർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ്. ദി പവർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്.
എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു വ്യക്തിക്ക് ശസ്ത്രക്രിയ കൂടാതെ, ആ ഒരു വ്യക്തിക്ക് മരുന്ന് കൊടുക്കാതെ, ഇഞ്ചക്ഷൻ കൊടുക്കാതെ, പുറമെ ലേപനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഓരോ വ്യക്തികളുടെയും വീടുകളുടെ സുഖ സൗകര്യം ആസ്വദിച്ചുകൊണ്ട് 100% രോഗവിമുക്തമാക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പ്രയോജനപ്പെടുന്ന ചികിത്സാ സമ്പ്രദായം പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ മാഗ്നറ്റിക് തന്നെയാണ്. ഇനി പ്രൊഫസർ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇത്രയേറെ വന്നത് എന്ന് പറഞ്ഞാൽ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയേറെ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നില്ല, ഇത്രയേറെ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നില്ല, ആളുകൾക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം അവര് ചെരുപ്പ് ഉപയോഗിക്കാതെ നഗ്നപാതരായിട്ട് മണ്ണിലും പുല്ലിലും ചെളിയിലും ചവിട്ടി നടന്നിരുന്ന് കടലിലും കായലിലും നീന്തി കുളിച്ചിരുന്ന് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവർ അവരുടെ ശരീരത്തിലേക്ക് കിട്ടിയിരുന്നത് കൊണ്ട് അവരുടെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാനും കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാനും ഗാഢമായ ഉറക്കം കിട്ടാനും അവർക്ക് സാധിച്ചിരുന്ന് അവരെല്ലാവരും ആരോഗ്യവാന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് 100% ആരോഗ്യം കിട്ടാനായിട്ട് ഒരു വ്യക്തി ഒരു മരുന്നും കഴിക്കാതെ ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യത്തോട് മരിക്കാനായിട്ട് പ്രൊഫസർ വിവേകാനന്ദൻ പറയുന്ന ഒരേ ഒരു രീതി മണ്ണിലോ പുല്ലിലോ ചെളിയിലോ ചവിട്ടി നടക്കുക, കടലിലോ കായലിലോ നീന്തി കുളിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളുടെ കാൽപാദം, നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. ഇന്നിപ്പോ നാസ ഒരുപാട് ഗ്രഹങ്ങളിൽ പര്യവേഷണം നടത്തിയിട്ടും ഒരു ഗ്രഹത്തിൽ പോലും ജീവന്റെ തുടിപ്പ് ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ പല ഗ്രഹങ്ങളിലും ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, വായുവിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ കാരണം ആ ഗ്രഹങ്ങളിൽ ഒന്നും തന്നെ മാഗ്നറ്റിക് പവർ ഇല്ല. ഭൂമിയിൽ കോടാനുകോടി വ്യത്യസ്തരായ മാഗ്നറ്റിക് പവർ ആണ് ഭൂമിയിലെ ജീവജാലങ്ങളുടെ ഊർജ സ്രോതസ്. എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു ഊർജം വേണം. ആ ഊർജം നമുക്ക് കിട്ടുന്നത് ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവറിലാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കറിയാം ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. ഭൂമിക്ക് നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. പഴയ കാലങ്ങളിൽ ഈ നാവികേരി, കപ്പൽ ഓടിക്കുന്ന നാവികേരി ദിക്കറിഞ്ഞിരുന്നത് ഒരു കാന്തൻ ലംബമായിട്ട് നൂലിൽ കെട്ടി തൂക്കുമ്പോൾ അതിന്റെ നോർത്ത് പോള് വടക്കോട്ടും സൗത്ത് പോളും തെക്കോട്ടും നിൽക്കും. അങ്ങനെയാണ് ദിക്കറിഞ്ഞ ഒരു കപ്പൽ ഓടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഭൂമിക്ക് നോർത്ത് പോളും സൗത്ത് പോളും ആ ഒരു മാഗ്നറ്റിക് പവർ ഉള്ളത് കൊണ്ടാണ് കാന്തം വടക്കോട്ടും തെക്കോട്ടും തിരിഞ്ഞു നിന്നിരുന്നത്. അതുകൊണ്ടാണ് ദിക്കറിഞ്ഞ് കൃത്യമായിട്ട് അവര് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് എത്താൻ സാധിച്ചത്. അപ്പൊ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. ആ മാഗ്നറ്റിക് പവർ ആണ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഊർജ സ്രോതസ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളിൽ ഹോസ്പിറ്റലിലുള്ള 2 ജീവജാലങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് മനുഷ്യനും 2 മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളും മാത്രമേ ഉള്ളൂ. മറ്റൊരു ജീവജാലങ്ങൾക്ക് ഹോസ്പിറ്റലില്ല. അവരെല്ലാവരും ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈ ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് പവർ അവർക്ക് കിട്ടുന്നുണ്ട്. അവർ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ഇരുമ്പ് കവചമുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നില്ല, ഇരുമ്പിന്റെ കൂടാരത്തിൽ താമസിക്കുന്നില്ല. അതുകൊണ്ട് ഭൂമിയിലുള്ള മാഗ്നറ്റിക് പവർ അവർക്ക് കിട്ടുന്നുണ്ട്. ആ മാഗ്നറ്റിക് പവർ ആണ് അവരുടെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് മാറുന്നത്. അപ്പൊ പ്രൊഫസർ വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. അപ്പൊ ഭൂമിക്ക് ഒരു കാന്തിക ഊർജമുണ്ട്. ഇപ്പൊ നമ്മളുടെ മനുഷ്യ ശരീരത്തിന്റെ കോശത്തിനും ഒരു കാന്തിക ഊർജമുണ്ട്. അപ്പൊ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് പോലെ തന്നെ മനുഷ്യ ശരീരത്തിലുള്ള ഓരോ കോശങ്ങൾക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു കാന്തിക ഊർജമുണ്ട്. ആ കാന്തിക ഊർജമാണ് നമ്മളുടെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് മാറുന്നത്. ആ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആണ് നമ്മൾ ഊർജ സ്രോതസ്സായിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ മനുഷ്യനെ നമ്മളെ സംബന്ധിച്ചോളം ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിലുണ്ട്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടും ഉണ്ട്. ഈ ഇലക്ട്രിക് സർക്യൂട്ട് ഇപ്പൊ നമ്മളുടെ വീടുകളിൽ ഫാൻ കറങ്ങുന്നതിന്റെ കാരണം, TV പ്രവർത്തിക്കുന്നതിന്റെ കാരണം, ഫ്രിഡ്ജും മിക്സിയും വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു ഇലക്ട്രിക്
സർക്യൂട്ട് വഴി ആ ഉപകരണത്തിലേക്ക് കറണ്ട് എത്തുന്നത് കൊണ്ടാണ്. ഫ്രിഡ്ജിലേക്കും ടിവിയിലേക്കും വാഷിംഗ് മെഷീനിലേക്കും കറണ്ട് എത്തുന്നത് കൊണ്ടാണ് ആ വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഇലക്ട്രിസിറ്റി എന്ന ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നതുപോലെ തന്നെ നമ്മളുടെ തലച്ചോറിലേക്കാണെങ്കിലും കണ്ണിലേക്കാണെങ്കിലും നമ്മളെ ഹൃദയത്തിലേക്കാണെങ്കിലും കരളിലേക്കാണെങ്കിലും നമ്മളുടെ ആകാശത്തിലേക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസകോശത്തിലേക്കാണെങ്കിലും അവിടെ ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ എത്താനുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ട്. അതിന്റെ പ്രധാന മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മളെ തലച്ചോറാണ്. അതാണ് നമ്മളെ പ്രധാന നാഡീവ്യൂഹം. തലച്ചോറാണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിൽ വരുന്ന വ്യതിയാനമാണ് നമ്മളെ ശരീരത്തിന് ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ഇവിടെ പഴയ കാലത്ത് ആരോഗ്യത്തിലൂടെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഫസർ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു ദിവസം മിനിമം 4 മണിക്കൂറെങ്കിലും മണ്ണിലോ പുല്ലിലോ ചെളിയിലോ ചവിട്ടി നടക്കാൻ നമ്മൾ തയ്യാറാകണമെങ്കിൽ, കടലിലോ കായലിലോ നീന്തി കുളിക്കാൻ നമ്മൾ തയ്യാറാകണമെങ്കിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കോശങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ ഊർജ്ജ ശരീരം സജീവമാവുകയും ഭൗതിക ശരീരം സൗഖ്യത്തിലാകുകയും ചെയ്യും. പക്ഷെ ഇനി ഒരു തിരിച്ചു പോക്ക് നമുക്ക് സാധ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ പറയുന്നത് കേട്ട് നാളെ മുതൽ ചെരുപ്പ് ഉപേക്ഷിച്ച് മണ്ണിലും പുല്ലിലും ചെള്ളിയിലും ചവിട്ടി നടക്കാൻ നമുക്ക് സാധ്യമല്ല. കടലിലും കായലിലും നീന്തി കുളിക്കാൻ നമുക്ക് സാധ്യമല്ല. പഴയതുപോലെ ചാണാൻ മെഴുകിയ വീടുകളിൽ താമസിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ ഇരുമ്പ് കവചമുള്ള വാഹനങ്ങൾ ഉപേക്ഷിച്ച് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ എന്താണ് നമുക്ക് ഇവിടെ ഉള്ളൊരു പ്രതിവിധി? എന്താ നമുക്കുള്ളത്? ഇവിടെ ഉള്ളൊരു പ്രതിവിധി അതിന് ബദലായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിച്ച് നമ്മളെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓരോ കോശങ്ങൾക്കും ആവശ്യമായ മാഗ്നറ്റിക് പവർ സമ്പാദിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ സാഗർ ജോഷി സാറ് നമുക്കൊരു നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മളെ കൈവശം തന്നിട്ടുള്ളത്. ഇപ്പൊ കാന്തം 3 രീതിയിലുള്ള കാന്തമുണ്ട്. ഒന്ന് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന കൃത്രിമ കാന്തങ്ങളുണ്ട്. അത് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അത് ഇതേപോലുള്ള നമ്മൾ മാഗ്നറ്റ് തെറാപ്പിക്ക് ചികിത്സാ കാന്തങ്ങളായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല, സൈഡ് എഫക്ട് ഉണ്ടാവും. രണ്ടാമത് കാണുന്ന ഒരു കാന്തം എന്ന് പറഞ്ഞാൽ ഒരു ബയോ മാഗ്നറ്റ് ആണ്. ആ ബയോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ വിളയുന്ന നാച്ചുറൽ ആയിട്ടൊരു കാന്തം തന്നെയാണ്. ഈ കാന്തമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കാന്ത ചികിത്സക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നത്. അത് ബയോ മാഗ്നറ്റ് ആണ്. അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പൊ പഴയ കാലങ്ങളിലെ സമ്പന്നന്മാരുടെ വീടുകളിലും രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും നാടുവാഴികളുടെയും മന്ത്രിമാരുടെയും അങ്ങനെ അറിയപ്പെടുന്ന ആളുകളുടെ വീടുകളിൽ അവരുടെ ബെഡ്റൂമിൽ ഒരു പവിത്രമായ ഒരു ലോഹം, ഒരു കല്ല് അവർ സൂക്ഷിച്ചിരുന്നു. അത് തലമുറകളായിട്ട് സൂക്ഷിക്കുന്ന ഒന്നാണത്. അത് വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കുകയാണ്. അത് ബയോ മാഗ്നറ്റ് ആയിരുന്നു. അപ്പൊ ആ ബെഡ്റൂമിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒരു നെഗറ്റീവ് പോസിറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് രാത്രി ഉറങ്ങുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ഓക്സിജൻ പ്രദാനം ചെയ്യുമായിരുന്നു. പ്രാണവായുവിന്റെ അളവ് അവരുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുമായിരുന്നു. അവർക്ക് ഗാഠമായ ഉറക്കം കിട്ടുമായിരുന്നു. ഉറക്കത്തിൽ അവരുടെ ശരീരത്തിന്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ആരോഗ്യവാന്മാരായിരുന്നു, അഴകുള്ളവരായിരുന്നു. അവർക്ക് ബുദ്ധിശക്തി കൂടിയ മെമ്പേഴ്സ് ആയിരുന്നു. മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ആൺ സന്താനങ്ങൾ കൂടുതൽ ജനിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനും നമ്മളെ മാഗ്നറ്റ് തെറാപ്പി ഉപയോഗിക്കുമായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ചരിത്രം പറയുന്നത് ഏറെ സർപ്പ സൗന്ദര്യം ഉണ്ടായിരുന്നതിന്റെ കാരണം അവരുടെ ആഭരണ രൂപത്തിൽ ലോക്കറ്റായിട്ട് ഒരു ശക്തമായ ഒരു കാന്തം, ഒരു ചികിത്സാ കാന്തം അവരുടെ ശരീരത്തിൽ, അപൂർവമായ ഒരു ചികിത്സാ കാന്തം അവരുടെ ശരീരത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സർപ്പ സൗന്ദര്യം കിട്ടിയിരുന്നതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. സമ്പ്രദായമായിരുന്നു ഇത് കൊണ്ട് നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള പ്രയോജനം കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാഗ്നറ്റ് തെറാപ്പി എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രയോജനം കിട്ടുമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പഴയ കാലങ്ങളിൽ എന്തിനെല്ലാം വേണ്ടി ഉപയോഗിക്കുമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രയോജനം കിട്ടുമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുമായിരുന്നു. വൃക്ക രോഗങ്ങൾക്ക് അത് 100% റിസൾട്ട് കിട്ടിയിരുന്നു. കരൾ രോഗങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരുന്നു. പ്രമേഹം, ക്യാൻസർ, വാതരോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, പിന്നെ സോറിയാസിസ്, വെരിക്കോസ് വെയിൻ, തൈറോയ്ഡ്, മൈഗ്രെയിൻ തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങളുടെ കാരണം
കാന്തികോർജത്തിന്റെ കുറവാണെന്ന് പുരാതന കാലം തുടങ്ങി തന്നെ മനസ്സിലാക്കി. ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നതിന്റെ പ്രധാന കാരണം കാന്തികോർജത്തിന്റെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് കാന്തപ്രയോഗത്തിലൂടെ, കാന്ത ചികിത്സയിലൂടെ 100% പഴയ കാലങ്ങളിൽ തുടങ്ങി ഇത് പരിഹരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നും നമുക്ക് ഈ രീതിയിലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അനവധി ആരോഗ്യ പ്രശ്നങ്ങൾ, ഹൃദ്രോഗം, വൃക്കരോഗം, തൈറോയിഡ്, ഇതിനൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് സാമ്പത്തികമായിട്ട് പല മെമ്പേഴ്സും തകർന്നു പോലെയാണ്. ചികിത്സിച്ച് കടക്കണിലേക്ക് പോകുന്നത്, എന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് കാന്ത ചികിത്സയിലൂടെ നമ്മളുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് പുരാതന കാലം തുടങ്ങി സമർത്ഥിച്ചിട്ടുള്ള, തെളിയിച്ചിട്ടുള്ള 100% റിസൾട്ട് കിട്ടുന്ന ഈ മാഗ്നറ്റിക് തെറാപ്പി ഈ കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും നമ്മളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത് നമ്മളെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സാഗർ ജോഷി സാറാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് തെറാപ്പിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ലക്ഷക്കണക്കിന് മാഗ്നറ്റിക് തെറാപ്പിയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളുണ്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലൈബ്രറി മുഴുവനും വിവിധ ഭാഷകളിലുള്ള ലോകത്ത് രചിക്കപ്പെട്ടിട്ടുള്ള 10,000-കണക്കിന് പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രയേറെ ഗവേഷണം നടന്നിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ഇന്നും ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ മനുഷ്യന് 100% ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് മാഗ്നറ്റിക് തെറാപ്പി എന്നുള്ളത്. അപ്പൊ ഇവിടെ അദ്ദേഹം മാഗ്നറ്റിക് തെറാപ്പിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 3 കഴിവുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ബയോടൂറിസത്തിന് സാധിച്ചത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25 ലക്ഷത്തോളം ഉൽപ്പന്നങ്ങളാണ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് വിറ്റഴിഞ്ഞത്. അത് കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ഏതാണ്ട് 2020 ഒക്ടോബർ മാസത്തിലാണ്. അതിന്റെ പ്രത്യേകത നമുക്കറിയാം. 2020 ഒക്ടോബർ എന്ന് പറഞ്ഞാൽ കൊറോണയുടെ 2ാം തരംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജനങ്ങൾ മുഴുവൻ വീട്ടിലും മറ്റു മൃഗങ്ങളൊക്കെ തെരുവിലും ഇറങ്ങിയ സമയമായിരുന്നു. ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സമയമായിരുന്നു. അതുകൊണ്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായത്. ആ സമയങ്ങളിൽ ഉള്ള ഫീൽഡ് സ്റ്റാഫ് ഫോണിലൂടെ, സൂം മീറ്റിങ്ങിലൂടെയാണ് ജനങ്ങളെ ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയത്. അത് ബൈ പോസ്റ്റ് വഴിയാണ് ഓരോ വ്യക്തികളുടെയും വീടുകളിൽ ഈ ഉൽപ്പന്നം എത്തിയത്. ഉപയോഗിച്ച മെമ്പേഴ്സിന് എല്ലാവർക്കും ഗുണഫലങ്ങൾ കിട്ടിയപ്പോൾ, അത്ഭുതകരമായ റിസൾട്ട് കിട്ടിയപ്പോൾ, അവർക്ക് കിട്ടിയ റിസൾട്ട് അവർ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങിയപ്പോഴാണ് സ്വാഭാവികമായ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇവിടെ ഉടലെടുത്തു. ഇവിടെ ഒരു കസ്റ്റമേഴ്സിന്റെ ശൃംഖലയാണ് ആദ്യം ഉണ്ടായത്, കസ്റ്റമേഴ്സിന്റെ കൂട്ടായ്മയാണ് ആദ്യം ഉണ്ടായത്. മറ്റു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല. അവിടെ ഒരു പ്രൊജക്ട് കാണിച്ചുകൊണ്ടാണ്, ഒരു ഇൻകം പ്ലാൻ കാണിച്ചുകൊണ്ടാണ് അവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൂട്ടായ്മ ഉണ്ടാകുന്നത്. അവിടെ എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൂട്ടായ്മ ഉണ്ടായപ്പോൾ ആദ്യമായിട്ട്, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കസ്റ്റമേഴ്സിന്റെ കൂട്ടായ്മ ഈ ബയോടൂറിസത്തിലൂടെ ഉണ്ടായത്. ആ കസ്റ്റമേഴ്സ് ഓരോരുത്തരും സംതൃപ്തരായിട്ട് മാറി. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ 1 ലക്ഷത്തോളം ടെസ്റ്റിമോണിയിലുള്ള ഒരേ ഒരു പ്രസ്ഥാനം നമ്മൾ ഈ ബയോടൂറിയം മാത്രമാണ്. അതാണ് ഈ ബയോടൂറിയത്തിന്റെ പ്രത്യേകത. 1 ലക്ഷത്തോളം വരുന്ന ടെസ്റ്റിമോണിയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനേകം സൗഖ്യങ്ങളാണ് നമ്മളുടെ ഈ ബയോടൂറിയത്തിന്റെ മാട്രസും പില്ലോ പാഡും റിസ്റ്റ് ബാൻഡും വാട്ടർ എനർജി പാഡ് ചുറ്റു വെക്കുന്ന അത്ഭുതകരമായ ആ ജീവജലവും കുടിച്ചുകൊണ്ട് ആളുകൾക്ക് നേടിയിട്ടുള്ളത്. മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞ ഷുഗർ രോഗികളുടെ കാല് മുറിച്ചു മാറ്റാതെ ആരോഗ്യത്തിലൂടെ തിരിച്ചു കിട്ടിയത് ഈ ബയോടൂറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. 8 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടന്ന കിടപ്പില് പുറം മുഴുവൻ വ്രണം വന്ന ചില രോഗികളുടെ ഈ മാട്രസ് ഉപയോഗിച്ചപ്പോൾ ആ പുറത്തെ വ്രണങ്ങളെല്ലാം തന്നെ കരിഞ്ഞ്
അവര് എഴുന്നേറ്റ് നടക്കുന്ന മനോഹരമായ ചിത്രം നമുക്ക് യൂട്യൂബിലൂടെ കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബ് എടുത്തിട്ട് ഈ ബയോട്ടോറിയൽ ടെസ്റ്റിമോണിയൽ നടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ വ്യത്യസ്തമായ ഭാഷകളിലുള്ള ലക്ഷക്കണക്കിന് ടെസ്റ്റിമോണിയലിനെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ടെസ്റ്റിമോണിയൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ബയോട്ടോറിയൽ ടെസ്റ്റിമോണിയൽ മലയാളം എന്ന് പറഞ്ഞാൽ പോലും 10,000കണക്കിന് ടെസ്റ്റിമോണിയലിനെ കാണാൻ സാധിക്കും. അതും ആധുനിക വൈദ്യശാസ്ത്രത്തില് മരുന്നില്ലാത്ത പല രോഗങ്ങളും ഈ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജീവിതം തിരിച്ചു പിടിച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈ ഉൽപ്പന്നത്തെ സംബന്ധിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ ബയോട്ടോറിയത്തിൽ മാത്രമാണ്. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇവിടെ നാനോ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ചികിത്സാ കാന്തങ്ങളുടെ രാജാവായിട്ടുള്ള പ്രകൃതിദത്തമായ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ആണ് നമ്മളുടെ ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ലോകത്തിലുള്ള പല കമ്പനികളും ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മളുടെ ഈ ബയോട്ടോറിയത്തിന്റെ കുത്തകയല്ല. പക്ഷെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നാനോ ടെക്നോളജി അത് ഈ ബയോട്ടോറിയത്തിന്റെ കുത്തകയാണ്. നമുക്കറിയാം നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാല് 100-1 വലിപ്പം, 1000-1 വലിപ്പം, 10,000-1 വലിപ്പം, 1,00,000-1 വലിപ്പം. അതാണ് നാനോ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത. അത് ചെറുതാകും തോറും അതിന്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മളെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് വളരെ ചെറിയൊരു മാഗ്നറ്റ് ആണെങ്കിലും അത് നാനോ ടെക്നോളജി ആയതുകൊണ്ടാണ് അതിന്റെ പവർ ഇത്രയേറെ കൂടിയതും ഇന്ന് ചികിത്സാ രംഗത്ത് ഇത്രയേറെ പ്രയോജനം കിട്ടുന്നതിന്റെ കാരണം 100%, ഏതാണ്ട് 100% എന്നുള്ള രീതിയിൽ പറയാം. സാഗർ ജോഷി സാറ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന സമയത്ത് പറഞ്ഞത് 95% റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ കൊടുക്കുന്ന മെമ്പേഴ്സിന് 100% റിസൾട്ട് കിട്ടുന്നുണ്ട്. ആ 100% റിസൾട്ട് കിട്ടുന്നതിന്റെ കാരണം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നാനോ ടെക്നോളജി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയേറെ റിസൾട്ട് കിട്ടുന്നതിന്റെ കാരണം. ഇന്ന് ഈ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ശരീരത്തിൽ കിട്ടാനായിട്ട്, നമ്മളുടെ ശരീരത്തിലുള്ള 80 ഓർഗൻ പാർട്സിനെയും ആരോഗ്യമുള്ളതാക്കി മാറ്റാനായിട്ട്, നമ്മളുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതായിട്ട് മാറാനായിട്ട്, ട്രില്യൺ രശ്മികൾ തേജസ്സുള്ളതായിട്ട് നമ്മളെ ശരീരത്തിൽ മാറാനായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യർക്കും ഓരോ ഓറയുണ്ട്. മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ പ്രകൃതിദത്തമായ, അതായത് യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമായ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ശാരീരിക ആരോഗ്യം മാത്രമല്ല ഓരോ വ്യക്തികൾ കിട്ടുന്നത്, മാനസികമായ ഒരു ആരോഗ്യം കിട്ടുന്നുണ്ട്, ആത്മാവിന്റെ ചൈതന്യം വർദ്ധിക്കുന്നുണ്ട്, ഓരോ വ്യക്തികളുടെയും ഓറ ഡെവലപ്പ് ചെയ്യുന്നു. എന്താണ് ഓറ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് കിർലിയൻ ക്യാമറ കണ്ടുപിടിച്ചത്. കിർലിയൻ ക്യാമറ കൊണ്ട് ഓരോ വ്യക്തികളുടെയും ഓറ, നമുക്ക് ചുറ്റുമുള്ള പ്രഭാവലയത്തെ അളക്കാൻ സാധിക്കും. ഈശ്വരന്മാരുടെ ഫോട്ടോ നമ്മൾ കാണുന്നില്ലേ, ആ ഫോട്ടോയുടെ ചുറ്റും ഒരു പ്രഭാവലയമുണ്ട്. ആ പ്രഭാവലയം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അത് മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക്, ഒരു റെസ്റ്റ് ബാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളുടെ വാട്ടർ എനർജി പാഡ് ചുറ്റു വെച്ചിട്ടുള്ള അത്ഭുത ജലം അല്ലെങ്കിൽ നമ്മളുടെ ജീവജലം കുടിക്കുന്ന വ്യക്തികളാണെങ്കിലും, ഈ ഉൽപ്പന്നം എന്തെങ്കിലും ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിലും അവരുടെ ഓറ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഓറ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ അവന്റെ ദൈവതുല്യനായിട്ട് ആ വ്യക്തി മാറുന്നു എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ അത്രയേറെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഉൽപ്പന്നം അത് ഏത് രീതിയിലാണ് നമുക്ക് സാഗർ ജോഷി സാർ തന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി യൂസ് ആണ്. ഇതിനു മുൻകാലങ്ങളിലുള്ള മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ ഈസി യൂസ് ആയിരുന്നില്ല. ഇപ്പൊ നമ്മളുടെ നാടുകളിലും 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ സ്ഥലങ്ങളിലും കാന്തൽ ചികിത്സയുടെ ഭാഗമായ ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെല്ലണം, 2-3 മണിക്കൂർ നെഗറ്റീവ് പോസിറ്റീവായ മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ വെക്കുമായിരുന്നു. ഒരുപക്ഷെ നമ്മള് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള മാഗ്നറ്റിൽ നമ്മൾ ചവിട്ടിയിരിക്കണം, അതിന്റെ മുകളിൽ മാഗ്നറ്റ് പിടിപ്പിക്കും, നീർക്കെട്ടുകളും വേദനയുള്ള സ്ഥലങ്ങളിൽ മാഗ്നറ്റ് പിടിപ്പിക്കും. അങ്ങനെ 2-3 മണിക്കൂറിൽ നിരന്തരം പല ദിവസങ്ങളിലായിട്ട് നമ്മൾ ആ ക്ലിനിക്കിൽ പോയാൽ മാത്രമേ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നില്ല, ആ ചികിത്സയുടെ ഫലപ്രാപ്തി നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ആ രീതിയിലല്ല, അത് ഈസി യൂസ് ആണ്. ഒരു 6 അടി നീളം വരുന്ന 3 അടി വീതി വരുന്ന ഒരു മാട്രസ് ആണ് നമുക്ക് തരുന്നത്. അത് നമ്മൾ ബെഡിന്റെ മുകളിൽ നമുക്ക് ഈസി ആയിട്ട് വിരിച്ച് കിടന്നുറങ്ങാം. പിന്നെ നമ്മളെ പില്ലോ കവറിന്റെ ഉള്ളിൽ വെക്കാവുന്ന ഒരു പില്ലോ പാഡും ഉണ്ട്. അവര്
നമുക്കൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു മാട്രസ് വാങ്ങിക്കണമെങ്കിൽ അതിൽ 210ഓളം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ട്, 3000 തുടങ്ങി 5000 വരെയുള്ള ഗോഡ്സ് പവർ ഉണ്ട്. ഈ മാട്രസിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ 210 നെഗറ്റീവ് പോസിറ്റീവ് ആയ മാഗ്നറ്റുകൾ നമ്മളെ ശരീരത്തിലേക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ തരുന്നുണ്ട്. അപ്പൊ നമ്മളെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ദാഹിക്കുന്നത്, ഇപ്പൊ മഴയ്ക്ക് വേണ്ടി വേഴാമ്പല് കാത്തിരിക്കുന്നത് പോലെ, ദാഹിച്ചു വലയുമ്പോൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നത് പോലെ നമ്മളെ ശരീരത്തിലുള്ള 37.4 ലക്ഷം കോടി കോശങ്ങൾ, കോടാനുകോടി കോശങ്ങൾ മാഗ്നറ്റിക് പവറിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മാട്രസിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഓരോ കോശങ്ങൾക്കും ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നു. അപ്പൊ കോശങ്ങൾക്ക് ഇപ്പൊ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉള്ളതുപോലെ തന്നെ നമ്മളെ കോശങ്ങൾക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് പവർ വരുന്നുണ്ട്. ഈ മാഗ്നറ്റിക് പവർ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മളെ സെൽ വോൾട്ടേജ് കറക്റ്റ് ആവുന്നുണ്ട്. നമ്മുടെ പാരസെൽസ് പറഞ്ഞതുപോലെ നമ്മളെ സെൽ വോൾട്ടേജ് കറക്റ്റ് ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡിസോർഡർ ഉണ്ട്. ഡിസോർഡറിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗത്തിന്റെ മൂല കാരണം പാരസെൽസ് പറയുന്നത് നമ്മളെ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ്. -25 അതിൽ വരുന്ന വ്യതിയാനമാണ്. അപ്പൊ സെൽ വോൾട്ടേജ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പൊ ഈ മാട്രസിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഓരോ കോശങ്ങൾക്ക് ചുറ്റും ഒരു കാന്തിക വലയം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മളെ സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ ബയോ ഇലക്ട്രിക് സർക്യൂട്ട് സജീവമാകുന്നുണ്ട്, നമ്മൾ മെയിൻ സ്വിച്ച് സജീവമാകുന്നുണ്ട്. അപ്പൊ അതുവഴി നമ്മളെ ശരീരത്തിന് ആവശ്യമായ വിദ്യുത് ശക്തി കിട്ടുന്നുണ്ട്. നമ്മളെ ശരീരത്തിന് വിദ്യുത് ശക്തി വേണം. നമ്മളെ ശരീരത്തിന് വിദ്യുത് ശക്തി കുറയുമ്പോഴാണ് ജരാനരകൾ നമുക്ക് വരുന്നത്. ജരാനരകൾ ഈശ്വരൻ നമുക്ക് പ്രായമാക്കുന്നത്, ഈശ്വരൻ നമുക്ക് ജരാനരകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് ജരാനരകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് പവർ ആഗിരണം ചെയ്യാനുള്ള നമ്മളെ കഴിവിനെ കുറച്ചുകളി. അങ്ങനെ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ പുതിയ സെല്ലുകൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമില്ലാത്ത സെല്ലുകൾ റീജനറേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ക്രമേണ ഓരോ വർഷം കൂടുന്തോറും ജരാനരകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ ജരാനരകൾ വരുന്ന ആളുകളുടെ ശരീരത്തിൽ നമ്മളെ വിദ്യുശക്തി വളരെ കുറവായിരിക്കും. ഈ ഉള്ള വിദ്യുശക്തി നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെയാണ് മരണം എന്ന് പറയുന്നത്. ആധുനിക ഡോക്ടേഴ്സ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും, അല്ലാണ്ട് വിദ്യുശക്തി നഷ്ടപ്പെട്ടു പോയെന്ന് പറയൂല. ഇപ്പൊ നെഞ്ചുവേദനയായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് എന്താണ്? ECG എടുക്കും. ECG എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. നമ്മളെ ഹൃദയത്തിന്റെ ആ വിദ്യുശക്തിയുടെ അളവാണ് അവർ പരിശോധിക്കുന്നത്. അതിൽ വരുന്ന വ്യതിയാനമാണ് ആ ഹൃദയത്തിന്റെ രോഗ കാരണം എന്താ അവർക്കറിയാം. എന്തുകൊണ്ടാണ് ഹൃദയത്തിന്റെ വോൾട്ടേജ് കുറഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണ്? നമ്മളെ ആ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കുറയുമ്പോഴാണ് ഹൃദയത്തിന്റെ താളം തെറ്റുന്നത്, ഹൃദയത്തിന്റെ വോൾട്ടേജ് കുറയുന്നത്. ഹൃദയത്തിന്റെ വോൾട്ടേജ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഹൃദയം എന്ന് പറയുമ്പോൾ അതിന് 250-300 ഗ്രാം മാത്രമേ ഭാരം വരുന്നുള്ളൂ, അല്ലാണ്ട് വലിയ ഭാരമൊന്നും അതിനില്ല. പക്ഷെ അതിന്റെ പ്രവർത്തനോ അമ്മയുടെ ഉദരത്തില് ജനനം ആരംഭിച്ച ഏതാനും ആഴ്ചകൾ പിന്നിടുന്ന സമയം തുടങ്ങി തന്നെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്. മരണം വരെ ഈ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 72 പ്രാവശ്യം പിടിക്കുന്നുണ്ട്. ഓരോ മിടിപ്പിലും 90 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റില് ഏതാണ്ട് 5 ലിറ്റർ ബ്ലഡ് നമ്മളെ ശരീരം മുഴുവനും അത് സർക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ എന്താ ചെയ്യുന്നത്? ഓരോ കോശങ്ങൾക്കും ആവശ്യമായ ജീവജലവും പ്രാണവായുവും പോഷകാഹാരവും എത്തിക്കുന്ന ഒരു ജോലിയാണ് ഈ ബ്ലഡ് സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോശങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. 1, ഈ ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റിക് പവർ വേണം. 2, ജീവജലം വേണം. 3, പ്രാണവായു വേണം. 4, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ വേണം. ഈ 4ഉം ഒരുമിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ആരോഗ്യമുള്ളതായിട്ട് മാറുള്ളൂ. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാല് കോശങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു എത്തിച്ചു കൊടുക്കുക, കോശങ്ങൾക്ക് ആവശ്യമായ ജീവജലം എത്തിച്ചു കൊടുക്കുക, കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇതാണ് ബ്ലഡ് സർക്കുലേഷൻ വഴി ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് സർക്കുലേഷനും നമ്മളെ ശരീരത്തിലെ വിദ്യുശക്തി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് താളം തെറ്റും, ഹൃദയത്തിന്റെ വോൾട്ടേജ് കുറയും. വോൾട്ടേജ് കുറയുമ്പോൾ ഒരു മിനിറ്റില് ഒരു 0.8 സെക്കൻഡ് സമയം വരുന്ന ഒരു പമ്പിങ്ങില്
ഒരു പമ്പിങ്ങിൽ ഒരു മിടിപ്പില് ഇത് 90 മില്ലിക്ക് പകരം 50 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുള്ളൂ. അപ്പൊ 1 മിനിറ്റ് സമയം കൊണ്ട് 5 ലിറ്റർ പകരം 3 ലിറ്റർ ബ്ലഡേ പമ്പ് ചെയ്യുള്ളൂ. 3 ലിറ്റർ ബ്ലഡേ പമ്പ് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ എല്ലാ കോശങ്ങളിലും ബ്ലഡ് എത്തൂല. ബ്ലഡ് എത്താത്ത കോശങ്ങളിൽ പ്രാണവായു എത്തൂല, ജീവജലം എത്തൂല, പോഷകാഹാരം എത്തൂല. ആ കോശങ്ങൾ ഡാമേജ് ആവും, അത് ഡിസോർഡർ ആവും. ഇതാണ് രോഗത്തിന്റെ മൂല കാരണം. ഇതാണ് നമ്മളെല്ലാം ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം. ഇതാണ്. അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ആണ് നമ്മളുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. ആ ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിൽ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഓരോരോ മാർഗം നമ്മളുടെ ശരീരത്തിലേക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഗ്രൂപ്പുകളിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ആ വീഡിയോ പിടിച്ചത് നമ്മളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ആയിരുന്ന രാധാകൃഷ്ണൻ സാർ സംസാരിച്ച ഒരു വീഡിയോ ആണ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നത്. അദ്ദേഹം പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാനായിട്ട് ലോകത്ത് ഇന്ന് വരെ ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പറയുന്നത്. ഞാൻ പറയുന്നതല്ല പറയുന്നത്, നമ്മളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ആയിട്ടുള്ള രാധാകൃഷ്ണൻ സാറാ പറയുന്നത്. അദ്ദേഹം കേട്ടത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ളതാണ് കേട്ടത്. അപ്പൊ അദ്ദേഹത്തിന് അത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അത്ഭുതത്തോടെ അദ്ദേഹം കേട്ടത്. പക്ഷെ ആ ഉൽപ്പന്നം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഉൽപ്പന്നമല്ല, ഇത് ദൈവം ഇറങ്ങി വന്ന, ദൈവം നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നിയോഡൈമെ മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇന്ന് 6000-ഓളം ഡോക്ടേഴ്സ് ഇന്ന് ഇന്ത്യയിൽ നമ്മളുടെ നിയോഡൈമെ മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് അതിലൊട്ടും തന്നെ അതിശയോക്തി. ഇന്ന് കേരളത്തിലെ എത്രയോ ഡോക്ടേഴ്സ് ഈ ഉൽപ്പന്നം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ന് ശാസ്ത്രത്തിന് പോലും ഇത് ഏത് രീതിയിലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്നത്? ഇന്ന് ഈ 5500 വർഷത്തെ ഗവേഷണം കൊണ്ട് ആർക്കും നിർവചിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യന് പോലും നിർവചിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അടുത്ത വരും വർഷങ്ങളിലായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് മനുഷ്യ ശരീരത്തിൽ എത്ര ഈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ കാരണം കണ്ടെത്താൻ പോകുന്നത് വരും വർഷങ്ങളിലായിരിക്കുള്ളൂ. ഇന്നുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ തകിടം പറയും. ആ രീതിയിലുള്ള ഒരു അഡ്വാൻസ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയ മെമ്പേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇത് ഈസി യൂസ് ആണ്. നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ നിയോഡൈമെ മെഡിക്കൽ മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സെല്ലുകൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. അതുവഴി നമ്മളെ വോൾട്ടേജ് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ ആന്തര അവയവങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഊർജ ശരീരം സജീവമാകുമ്പോൾ ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നുണ്ട്. പിന്നെ ഉറക്കം, എന്തിനാണ് ഈശ്വരൻ നമ്മൾ ഉറക്കി കിടത്തുന്നത്? ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരേ സമയത്ത് തന്നെ 2-3 ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കുഞ്ഞുനാൾ തുടങ്ങിയാൽ അങ്ങനെയാണ് ജോലി. എനിക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഉറങ്ങാതിരിക്കാൻ പറ്റണമെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഉറക്കത്തിന്റെ പ്രാധാന്യം ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായി. നമ്മൾ എന്തിനാ ഉറക്കി കിടന്നത്? നമ്മളെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ശരീരത്തിന് മെയിൻ്റെനൻസ് വേണം. കാരണം പകലും മെയിൻ്റെനൻസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ശരീരത്തിന് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം വേണം? ഇപ്പൊ നിങ്ങളൊരു 2 വീലർ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് അത് അതിന്റെ എഞ്ചിൻ പാർട്സ് ഒക്കെ അഴിക്കുന്നത്. ആ സ്പാനർ കൊണ്ടും ആ ടൂൾസ് കൊണ്ടാണ് അതെല്ലാം ഫിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്രീസ് വേണ്ട സ്ഥലത്ത് ഗ്രീസ് കൊടുക്കും, ഓയിൽ വേണ്ട സ്ഥലത്ത് ഓയിൽ കൊടുക്കും. അങ്ങനെയാണ് ആ വണ്ടി റിപ്പയർ ചെയ്ത് നമ്മളെ കയ്യിലേക്ക് തരുന്നത്. ആ റിപ്പയർ ചെയ്ത വണ്ടി നമുക്ക് സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഉറക്കി കിടക്കുന്നത് നമ്മളെ ശരീരത്തിന്റെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ റിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം? വേണം. നമ്മളെ ശരീരത്തിൽ മാഗ്നറ്റിക്
പവർ വേണം. അതോടൊപ്പം തന്നെ നമ്മളുടെ നമ്മളെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. നിങ്ങൾ പകല് ആഹാരം കഴിച്ചപ്പോൾ ഒരു കോഴിമുട്ട കഴിച്ചെന്നിരിക്കട്ടെ. കോഴിമുട്ടയിൽ നമുക്കറിയാം പ്രോട്ടീൻ ഉണ്ട്, അതിന്റെ മഞ്ഞക്കരു എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആണ്. അപ്പൊ നമ്മളെ മസിലുകൾക്ക് ആവശ്യമായ പ്രോട്ടീൻ കോഴിമുട്ടയിലുണ്ട്. ഇത് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഈ കോഴിമുട്ടയില് നമ്മൾ കഴിച്ച പ്രോട്ടീൻ രാത്രി അതാത് സ്ഥലങ്ങളിൽ നമ്മളെ പ്രാണൻ അവിടെ കൊടുത്തിട്ട് റിപ്പയർ ചെയ്യും. ഇനി ആ കോഴിമുട്ടയില് കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോൾ ഉണ്ടെന്ന് എവിടെയൊക്കെയാണ്? ഹൃദയത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് കൊളസ്ട്രോൾ വേണം. അപ്പൊ ആ കൊളസ്ട്രോൾ തലച്ചോറിന് കൊടുക്കും, ഹൃദയത്തിന് കൊടുക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വൈറ്റമിൻസ്, മിനറൽസ്, ഇത് എവിടെയൊക്കെ വേണം കൊടുത്ത് നമ്മളെ പ്രാണൻ നമ്മളെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് നടത്തും. ഇന്ന് ലോകത്തിൽ അതിസങ്കീർണമായ ഒരുപാട് മിഷനറികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതില് നിങ്ങളെ വീട്ടില് റിപ്പയർ ചെയ്യുന്നുണ്ടാ? ഇതിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നാല് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് മെയിൻ്റെനൻസ് ചെയ്യിക്കണം. ലോകത്തിലുള്ള എല്ലാ സങ്കീർണമായ മിഷനറിയാണ്. പക്ഷെ സ്വയം റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു മിഷനറി ഇന്നല്ലോ നിങ്ങൾ ശരീരമാണ്. നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം മെയിൻ്റെനൻസ് ഉണ്ടോ ആ മെയിൻ്റെനൻസ് സ്വയം റിപ്പയർ ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ ശരീരത്തിനുണ്ട്. അതാണ് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകത, നമ്മളുടെ മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത. Recording stopped. മനുഷ്യന് ഇത്രയേറെ രോഗങ്ങൾ വരുന്ന ഉറക്കമില്ലായ്മയാണ്. പക്ഷെ നിയോഡൈമയും മെഡിക്കൽ മാഗ്നറ്റിന്റെ മാട്രസിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഉറക്കായിരിക്കുന്നത് എന്താണ്? നമ്മളുടെ തലച്ചോറിലെ പീനൽ ഗ്ലാൻഡ് മെലോട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ പീനൽ ഗ്ലാൻഡ് ഹോർമോൺസ് ഉത്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? നമ്മുടെ ശരീരത്തിൽ മാഗ്നറ്റിക് പവർ വേണം. ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിന്റെ റിപ്പയർ നടക്കണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ വേണം. അപ്പൊ നമുക്ക് ഗാഢമായ ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നമ്മളെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നമ്മളെ പ്രാണന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തില് മാഗ്നറ്റിക് പവർ വേണം. പീനൽ ഗ്ലാൻഡ് മെലോട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഉത്പാദിപ്പിക്കും. നമുക്ക് ഗാഢമായ ഉറക്കം കിട്ടും. ആ ഉറക്കത്തിൽ നമ്മളെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കും. ഇനി ഉറക്കക്കുറവ് നമ്മളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഉറക്കക്കുറവ് നമ്മളെ ശരീരത്തിന് അസിഡിറ്റിക് ആക്കി മാറ്റും. ഇന്ന് മിക്കവാറും നല്ലൊരു ശതമാനം ആളുകളുടെയും ശരീരം അസിഡിക്കാണ്. അസിഡിക് ആയിട്ടുള്ള പ്രശ്നം എന്താണ്? അസിഡിക് സംഭവിക്കും. നമ്മളെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടും. ഈ യൂറിക് ആസിഡ് കൂടുക മാത്രമാണ് നമ്മളുടെ ശരീരത്തിൽ pH വ്യതിയാനം വരും. നമ്മളെ ശരീരത്തിൽ അസിഡിക് ആൽക്കലി എന്നുള്ളത് മാറി അസിഡിക് ആയിട്ട് മാറും. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാല് ആൽക്കലിയാണ്. നമ്മളെ രക്തത്തിന്റെ pH 7.35 to 7.45 ആണ്. ജീവജലത്തിന്റെ pH 7 കൂടുതലാണ്, അത് ആൽക്കലിയാണ്. മണ്ണിന്റെ pH 7 കൂടുതലാണ്, അത് ആൽക്കലിയാണ്. അപ്പൊ പ്രകൃതി ജീവജലത്തിന്റെയും മണ്ണിന്റെയും മനുഷ്യന്റെ രക്തത്തിന്റെയും pH ഒരേ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് മൂന്നും അസിഡിക് ആയാൽ അപകടമാണ്. അപ്പൊ ഇവിടെ നമ്മളെ മനുഷ്യ ശരീരം ആൽക്കലിയാണ്. ഇത് അസിഡിക് ആകുന്നതിന്റെ പ്രധാന കാരണം അസിഡിക് ആയാലും നമ്മൾ കുഴഞ്ഞു വീഴും. ബ്ലഡ് അസിഡിക് ആയാലും മനുഷ്യൻ കുഴഞ്ഞു വീഴും. എന്ത് സംഭവിക്കും? ഓക്സിജൻ കുഴഞ്ഞു വീഴും, തെറ്റി വീഴും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മനുഷ്യ ശരീരം സ്വയം റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. പ്രാണൻ ഉണർന്ന് പ്രവർത്തിക്കും. നമ്മളെ ബ്ലഡ് അസിഡിക് ആയിട്ടില്ലെങ്കിൽ, ശരീരം അസിഡിക് ആയിട്ടില്ലെങ്കിൽ പ്രാണൻ ഉണർന്ന് പ്രവർത്തിക്കും. നമ്മളെ ശരീരം ഒരു ബെസ്റ്റ് ഡോക്ടറായിട്ട് മാറും. നമ്മൾ മരിച്ചു പോകാതിരിക്കാൻ
ഈ അസഡിക്കിനെ ആൽക്കലിയാക്കാനായിട്ട് കുമ്മായം വേണം, കാൽസ്യം വേണം. നമ്മൾ എല്ലിലും പല്ലിലും കാൽസ്യം ഉണ്ട്. നമ്മൾ എല്ലിൽ കാൽസ്യം ഉണ്ട്, പല്ലിൽ കാൽസ്യം ഉണ്ട്. എല്ലിൽ നിന്നും പല്ലിൽ നിന്നും കാൽസ്യം എടുക്കും. നമ്മളെ ബ്ലഡിന്റെ pH കറക്റ്റ് ചെയ്യും. എല്ലില് തേയ്മാനം, പല്ലില് തേയ്മാനം, മസിലുകൾ ഇടുങ്ങും, രക്തക്കുഴലുകളുടെ ഉള്ളിൽ പൊള്ളലുണ്ടാവും. അങ്ങനെ രക്തക്കുഴലുകളുടെ ഉള്ളിൽ പൊള്ളലുണ്ടാവുമ്പോൾ ബ്രെയിൻ ലിവറിനോട് പറയും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാൻ പറയും. ഈ കൊളസ്ട്രോള് ഈ രക്ത Recording stopped. രാമചന്ദ്ര സാറിന്റെ ലൈൻ കട്ടായി പോയിട്ടും തോന്നുന്നു, നെറ്റ് കട്ടായി തോന്നുന്നു. Recording in progress. ഇപ്പൊ ഓക്കെ പറഞ്ഞോ സാറേ. സോറി, നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഈ ശരീരം അസഡിക്കാട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ലിവറ് ഈ കൊളസ്ട്രോള് നമ്മുടെ ഈ രക്തക്കുഴലുകൾ തോണ്ടിത്തേക്കും. അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക്. കൊളസ്ട്രോള് വീണ്ടും വീണ്ടും ലിവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ലിവർ സിറോസിസ് 85-90% രോഗങ്ങളുടെ കാരണം ഉറക്കമില്ലായ്മ. 90% രോഗങ്ങളുടെ കാരണം ഉറക്കമില്ലായ്മ. ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളുടെ കാരണം ഉറക്കമില്ലായ്മ, ഗാഢമായ ഉറക്കം. ആ ഉറക്കത്തിൽ ശരീരത്തിന്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ കോശങ്ങൾക്ക് ആവശ്യമായ ജീവജലം, പ്രാണവായു, പോഷകങ്ങൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് മാട്രസിൽ കിടന്നുറങ്ങാൻ പറയുന്നത്. ഇത്ര വലിയ സയൻസ് ആണെന്നറിയാമോ? ഇത്ര വലിയ സയൻസ് നമ്മൾ സാഗർ ജോഷി സാർ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വാട്ടർ എനർജി പാഡ് കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ആ വാട്ടർ എനർജി പാഡ് ജീവജലമാണ് കിട്ടുന്നത്. ജീവജലം, അത്ഭുത ജലം, ജീവജലം, അത്ഭുത ജലം, മാഗ്നറ്റിക് വാട്ടർ. അതാണ് ജീവജലം എന്ന് പറയുന്നത്. നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായത് ജീവജലമാണ്. നമ്മളെ കോശങ്ങൾക്ക് ആവശ്യമായത് മാഗ്നറ്റിക് പവർ ആണ്. ഇവിടെ 40 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉള്ള ഒരു വാട്ടർ എനർജി പാഡ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അത് നമ്മളൊരു ചില്ല് കൂടെ പുറത്ത് റാപ്പ് ചെയ്ത് വെക്കാം നമുക്ക് നിസ്സാരമായിട്ട്. എന്നിട്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഏതാണോ ആ വെള്ളം ആ കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചാൽ മതി. നിങ്ങൾ കിണറ്റിലെ വെള്ളം കുടിക്കണമെങ്കിൽ കിണറ്റിലെ വെള്ളം മതി. നീ തിളപ്പിച്ച ആറ്റിയ വെള്ളമാണെങ്കിൽ അതേ കുടിക്കൊള്ളുന്നെങ്കിൽ അത് മതി. ഇനി പൈപ്പ് വെള്ളമാണെങ്കിൽ ആ പൈപ്പ് കൊണ്ട് ഒഴിച്ചു വെച്ചാൽ മതി. ഏത് വെള്ളമാണോ ആ വെള്ളം ഒഴിച്ചു വെക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ 40 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നെഗറ്റീവ് പോസിറ്റീവ് അത് ആ കുപ്പിക്കകത്തുള്ള വെള്ളത്തിന് മാഗ്നറ്റിക് പവർ കൊടുക്കുന്നുണ്ട്. മാഗ്നറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രതലങ്ങൾക്കുള്ളിലേക്ക് കടന്നു കയറാനുള്ള ഒരു കഴിവുണ്ട്. ഇനി മാഗ്നറ്റിക് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകാശ വേഗതയേക്കാൾ വളരെ കൂടുതലാണ്. മാഗ്നറ്റിക് പവറിന്റെ വേഗത പറയുന്നത് ചിന്തകളെക്കാൾ വലിയ വേഗത എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാല് നമ്മുടെ സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കാനായിട്ട് ഏതാണ്ട് കുറേയേറെ സമയങ്ങൾ വേണം. പക്ഷെ നമുക്ക് സൂര്യനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നിമിഷ നേരം മാത്രം മതി.
ആക്കി മാറ്റുന്നുണ്ട്. ആ വെള്ളത്തിൽ മാഗ്നറ്റിക് പവർ ഉണ്ട്. വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിന്റെ കണികൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ സ്വതന്ത്രമായിട്ട് കണികൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് മാഗ്നറ്റിക് പവർ വേണം. ഭൂമിയുടെ അടിത്തട്ടിലൂടെ കള്ളകളാരത്തിലൂടെ ഒഴുകുന്ന നദിയിൽ ഒഴുകുന്ന വെള്ളത്തിന് മാഗ്നറ്റിക് പവർ ഉണ്ടാവും. അതാണ് ജീവജലം എന്ന് പറയുന്നത്. ഇന്ന് വെള്ളം നമ്മളെടുത്ത് പ്രോസസ് ചെയ്യുന്നുണ്ട്, ഇരുമ്പ് പൈപ്പിലൂടെ കടന്നു പോകുന്നുണ്ട്, മോട്ടറിലൂടെ അടിക്കുന്നുണ്ട്, വെള്ളത്തിന്റെ മാഗ്നറ്റിക് പവർ കുറയുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന്റെ മാഗ്നറ്റിക് പവർ നഷ്ടപ്പെടുമ്പോൾ വെള്ളത്തിന്റെ കണികൾ കൂടി ചേരും. അപ്പൊ വെള്ളത്തിന്റെ സാന്ദ്രത കൂടും, വെള്ളത്തിന്റെ കനം കൂടും. ഈ കനം കൂടിയ വെള്ളം നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കയറില്ല. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ വാതിലിലൂടെ നിങ്ങൾക്ക് ഒരാൾക്ക് കടന്നു പോകാം. 4 പേര് തോളോട് തോള് കൈയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാതിലിൽ കൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കില്ല. ആ വാതിലിന്റെ അപ്പുറത്തേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്നതുപോലെ വെള്ളത്തിന്റെ കണികൾ കൂടി ചേർന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കോശങ്ങൾക്ക് അകത്തേക്ക് കയറി ചെല്ലൂല്ല. 85% വെള്ളവും ബ്ലാഡറിൽ വന്നിട്ട് യൂറിനായിട്ട് പുറത്തേക്ക് പോകും. അതിന്റെ ഫലം എന്താണ്? കിഡ്നി പേഷ്യന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കിഡ്നിക്ക് ഈ വെള്ളം അരിച്ചു കളയാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അരിപ്പയുണ്ട്. ഈ അരിപ്പയില് നല്ല ഉണങ്ങിയ അരിപ്പൊടി നിങ്ങൾക്ക് കൃത്യമായിട്ട് അരിക്കാൻ പറ്റും. എത്ര കാലം വേണമെങ്കിലും അരിപ്പ് ഉപയോഗിക്കാം. പക്ഷെ നനഞ്ഞ അരിപ്പൊടിയാണെങ്കിൽ, കനം കൂടിയ കട്ട കുത്തിയ അരിപ്പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ അരിപ്പൊന്നും അരിക്കാൻ പറ്റില്ല. ആ അരിപ്പ കേടായി പോവും. അപ്പൊ നമ്മളുടെ കിഡ്നി എന്ന് പറഞ്ഞ അരിപ്പ കേടാകുന്നതിന്റെ കാരണം കനം കൂടിയ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അത് നമ്മളുടെ കിഡ്നിക്ക് അരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ കോശങ്ങൾക്ക് ആവശ്യമായത് ജീവജലമാണ്. മാഗ്നറ്റിക് പവർ ഉള്ള കണികൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ജീവജലമാണ് നമ്മൾ. അപ്പൊ കോശങ്ങളുടെ ഉള്ളിലേക്ക് വെള്ളം കയറി ചെല്ലുന്നുണ്ട്. കോശങ്ങൾക്ക് ആവശ്യം ആരോഗ്യകരമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ജീവജലം വേണം. ഈ കോശങ്ങൾക്കകത്തുള്ള ടോക്സിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീവജലം വേണം. ഇനി നമ്മുടെ ശരീരത്തിൽ മൃതകോശങ്ങളുണ്ട്, ആ മൃതകോശങ്ങളെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീവജലം വേണം. ഇത് നമുക്കറിയാം, വെള്ളം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിജൻ ആണ്. 85% ഓക്സിജനും ബാക്കിയുള്ള ഹൈഡ്രജനും ആണ്. ഇവിടെ നമ്മള് ഈ മാഗ്നറ്റിക് വാട്ടർ കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ 4 ഗ്രാം അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ വരുന്നുണ്ട്. ഈ 4 ഗ്രാം അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ വരുമ്പോൾ ഈ അയൺ കണ്ടന്റ് ശ്വാസകോശത്തില് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അയൺ കണ്ടന്റ് മാഗ്നറ്റിക് പവർ വരണം. അപ്പൊ സാധാരണ രീതിയിൽ ഒരു വ്യക്തി ഒരു ശ്വസനത്തിന് 30 മില്ലിഗ്രാം ഓക്സിജൻ മാത്രമാണ് ആഗിരണം ചെയ്യുന്നത്. അത്ര കപ്പാസിറ്റി ഉള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 4 ഗ്രാം അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ ഇല്ല. മനുഷ്യ ശരീരത്തില് 4 ഗ്രാം അയൺ കണ്ടന്റ് ഈശ്വരൻ തന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലഡിൽ 4 ഗ്രാം അയൺ കണ്ടന്റ് തന്നിട്ടുണ്ട്. ബ്ലഡിന്റെ പ്ലാസ്മയില്. ഭൂമിക്ക് മാഗ്നറ്റിക് പവർ തന്നിട്ടുണ്ട്. നമ്മൾ നഗ്നപാതരായിട്ട് ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോൾ, മണ്ണിലും പുല്ലിലും ചെള്ളിയിലും ചവിട്ടി നടക്കുമ്പോൾ 4 ഗ്രാം അയൺ കണ്ടന്റിന് മാഗ്നറ്റിക് പവർ വരും. 12 മടങ്ങ് കഴിവ് കൂടും. അപ്പൊ ശ്വാസകോശത്തില് കാർബൺ ഡയോക്സൈഡ് ഉള്ള രക്തത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് 100% തള്ളിക്കളയാനും നമുക്ക് ശ്വസനത്തിലൂടെ കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ശ്വസനത്തില് നമ്മളെ അയൺ കണ്ടന്റിൽ മാഗ്നറ്റിക് പവർ ഉണ്ട് എങ്കിൽ 30 മില്ലിഗ്രാമിന് പകരം 60 മില്ലിഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ ബ്ലഡ് സെൽസ് ഓക്സിജൻ റിച്ച് ആകുന്നതിന്റെ കാരണം. അതാണ് ഏത് വൈറസിനെയും ഏത് നമ്മളെ ബ്ലഡ് സെൽസിന് ഓക്സിജൻ കിട്ടണം. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ വെള്ളം 4 ഗ്രാം അയൺ കണ്ടന്റ് മാഗ്നറ്റിക് പവർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ മാഗ്നറ്റിക് പവർ ഉണ്ടാക്കുന്നുണ്ട്. 4 ഗ്രാം അയൺ കണ്ടന്റ് മാഗ്നറ്റിക് പവർ ഉണ്ടെങ്കിൽ ഈ കുടിക്കുന്ന വെള്ളത്തിലെ 85% ഓക്സിജൻ ആഗിരണം ചെയ്യാനായിട്ട് നമ്മളുടെ ശരീരത്തിന് സാധിക്കുന്നുണ്ട്. നമ്മളെ ശരീരം ഊർജ്ജസ്വലമായിട്ട് മാറുന്നു, ശരീരം ആരോഗ്യമുള്ളതായിട്ട് മാറുന്നു, ശരീരത്തിന്റെ pH കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ബാൻഡിലാണ്. ഈ റെസ്റ്റ് ബാൻഡ് നമ്മളുടെ വലത് കൈയുടെ കൈത്തണ്ടിലേക്ക് കിട്ടുമ്പോൾ അത് ആന്റി റേഡിയേഷൻ ആണ്. ഇപ്പൊ ശക്തമായ റേഡിയേഷൻ ആണ് വന്ധ്യത ഉണ്ടാക്കുന്നത്. ശക്തമായ റേഡിയേഷൻ ആണ് ഇത് നമ്മളുടെ അർബുദത്തിന് കാരണം. അതാണ് നമ്മളുടെ ഊർജ്ജസ്വലത നശിപ്പിക്കുന്നുണ്ട് ഈ റേഡിയേഷൻ. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ളത് കേരളത്തിലാണ്.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ളത് ചവറയിലാണ്. കാരണം ചവറയിലുള്ള കരിമണലിന്റെ റേഡിയേഷൻ ആണ് അത്രയും ശക്തമായ ക്യാൻസർ അവിടെ ഉണ്ടാക്കുന്നതിന്റെ കാരണം. അപ്പൊ ആ കരിമണലിന്റെ റേഡിയേഷൻ, വൈഫൈന്റെ റേഡിയേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ റേഡിയേഷൻ, ടവറിന്റെ റേഡിയേഷൻ, ഓസോൺ പാളികൾക്ക് വിള്ളൽ വീണ റേഡിയേഷൻ, ആ റേഡിയേഷൻ അതിജീവിക്കാനായിട്ട് നമ്മളെ റെസ്റ്റ് ബാൻഡിന് സാധിക്കുന്നുണ്ട്. എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പൂർണ്ണ ആരോഗ്യമാക്കാനായിട്ട്, നമ്മളെ ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട്, നമ്മളെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ ഈ 4 ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മള് കേട്ടിരിക്കുന്ന ഒരു കാര്യം, ഉടല് നന്നായാലും ഉടല് നന്നായി. ഇതൊക്കെ നമ്മളെ പഴമൊഴി കേട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ കുടലിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റാനായിട്ട് നമ്മളെ മാഗ്നറ്റിക് വാട്ടർ സാധിക്കുന്നുണ്ട്. നമ്മളെ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ വേണം. നമ്മളുടെ ആമാശയത്തിലാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് പവർ വേണ്ടത്, ഏറ്റവും കൂടുതൽ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ വേണ്ടത്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള പോഷകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് ആഹാരത്തിന് ആ രീതിയിൽ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആമാശയത്തില് ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കൂടുതൽ വേണം. മാത്രമല്ല നമ്മൾ കുടിക്കുന്ന നമ്മളെ ഈ മാഗ്നറ്റിക് വാട്ടർ നമ്മളെ ശരീരത്തിലുള്ള കോടാനുകോടി ബാക്ടീരിയ ആരോഗ്യമുള്ളതാക്കി മാറ്റുമ്പോൾ ചെറുകുടലിൽ വെച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങള് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് നമ്മളെ മാഗ്നറ്റിക് വാട്ടർ സാധിക്കുന്നുണ്ട്. ഉടല് നന്നായി എന്ന് പറയുന്നതിന്റെ കാരണമാണ്. മാത്രമല്ല നമ്മളെ മാഗ്നറ്റിക് വാട്ടറിന്റെ ഒരു പ്രത്യേകത, ഇല്ലാതാക്കാനുള്ള കഴിവ് നമ്മളെ മാഗ്നറ്റിക് വാട്ടറിന്. ഇപ്പൊ തൈറോയ്ഡ് എന്ന് പറയുന്ന രോഗം അല്ലെ, അത് നമ്മളെ ആ ഉപ്പിൽ ചേർക്കുന്ന, അതുകൊണ്ടാണ് തൈറോയ്ഡ് വരുന്നത്. അപ്പൊ തൈറോയ്ഡിന് മരുന്നില്ല. തൈറോയ്ഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 20% തൂക്കം കുറയുന്നുണ്ട്, അല്ലെങ്കിൽ 20% തൂക്കം കൂടുന്നുണ്ട്, നമുക്ക് മുടി കൊഴിയുന്നുണ്ട്, നമുക്ക് ദേഷ്യമൊക്കെ കൂടുന്നുണ്ട്. അതിന് മരുന്നില്ല. പക്ഷെ നമ്മളെ മാഗ്നറ്റിക് വാട്ടർ തൈറോയ്ഡിനെ ഇല്ലാതാക്കുന്നുണ്ട്. പാൻക്രിയാസിന്റെ നശിച്ചുപോയ ബീറ്റാ സെല്ലുകളെ പുനർജനിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമ്മളെ മാഗ്നറ്റിക് വാട്ടറിനുണ്ട്. കരളിന്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, വൃക്കയുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വാട്ടറിന് സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം 2009 നോബൽ സമ്മാനം കിട്ടിയത്, രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് വെങ്കി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾക്കാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം തമിഴ്നാട്ടിലെ ചിദംബരംകാരനാണ്. നമ്മുടെ ഇന്ത്യ ഭാരതീയനാണ്. തമിഴ്നാട്ടിലുള്ള ചിദംബരത്തുള്ള ഒരു വ്യക്തിയാണ് ഈ വെങ്കി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന് രസതന്ത്രത്തിൽ 2009 നോബൽ സമ്മാനം കിട്ടിയാണ്. അതിന്റെ വിഷയം മനുഷ്യൻ എങ്ങനെ മരിക്കുന്നു എന്നുള്ളൊരു വിഷയമായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ വിഷയം. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇംഗ്ലണ്ടിലെ കോംബ്രിഡ്ജിലുള്ള മോളിക്കുലാർ ബയോളജി അഥവാ തന്മാത്ര ജീവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മളെ ശരീരത്തില് കോശങ്ങളുണ്ട്. ആ ശരീരത്തിലെ അവയവങ്ങൾ ഉണ്ട്. ഈ അവയവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കോശ സമൂഹങ്ങളാണ്. ഈ കോശ സമൂഹങ്ങൾ പരസ്പരം സംസാരിക്കുകയും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നാമായിട്ട് നിൽക്കുന്നതിന്റെ കാരണം. നമുക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ കോശങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും കൊടുക്കൽ വാങ്ങലുകളാണ്. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്, വികാരങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, രുചിക്കാൻ സാധിക്കുന്നുണ്ട്, മണക്കാൻ സാധിക്കുന്നുണ്ട്, എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ കോശങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം നടക്കാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. ഈ കോശങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം നടക്കാതെ ആകുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ജരാനരകൾ വരുന്നതിന്റെ കാരണമാണ്. നമ്മളുടെ ഓരോ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ആ മാഗ്നറ്റിക് എനർജിയിൽ വരുന്ന കുറവാണ് നമ്മളെ ശരീരത്തിൽ ജരാനരകൾ വരുന്നതും നമ്മളെ കോശങ്ങൾ പണിമുടക്കുന്നതിന്റെ കാരണവും നമുക്ക് പ്രായമാകുന്നതിന്റെ കാരണവും അങ്ങനെ ആ കോശങ്ങളുടെ ആ കേടാകലാണ് നമ്മളുടെ ശരീരത്തിനും ശാരീരികവും മാനസികമായ ശേഷികളെ കുറേശ്ശെ ചോർത്തി കളയുന്നതും ശാരീരിക വ്യവസ്ഥ ഇല്ലാതാക്കുന്നതും പതുക്കെയാണ്. പക്ഷെ മരണം വളരെ പെട്ടെന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഈ മാഗ്നറ്റിക് തൊറപ്പിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, അപ്പൊ ജരാനരകൾ വരുന്നതും പ്രായമാകുന്നതും
പോകുന്നതിന്റെ കാരണം മാഗ്നറ്റിക് പൗരീകരണം ചെയ്യാനുള്ള കഴിവ് കുറയുമ്പോഴാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ നേരം ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. ജരാനരകൾ നമുക്ക് അകത്തീർത്താൻ സാധിക്കും, പ്രായത്തെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും, ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും, ആന്റി ഏജിങ് പ്രോസസ്സിംഗ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു 120 130 വയസ്സ് ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഈ പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല സുഹൃത്തുക്കളെ. ജപ്പാനിൽ 2 അണുബോംബ് വീണ് തകർന്ന് തരിപ്പണമായി പോയ രാജ്യമാണ് ജപ്പാൻ. ഈ അണുബോംബിന്റെ റേഡിയേഷൻ ബാധിക്കാതിരുന്നത് 2 സാധനങ്ങൾക്ക് മാത്രമാണ്. ഒന്ന്, അവിടെ ആൽവൃക്ഷം പോലുള്ള ഒരു മരം ഉണ്ടായിരുന്നു, അതിനെ റേഡിയേഷൻ ബാധിച്ചില്ല. 2 പാറ്റകള റേഡിയേഷൻ ബാധിച്ചില്ല. മറ്റെല്ലാ ജീവജാലങ്ങളെയും റേഡിയേഷൻ ബാധിച്ചു. 40 വയസ്സിന് മേലെ അവിടെ ആയുസ് ഉണ്ടായിരുന്നില്ല. അവിടെ ക്യാൻസർ വന്നാണ് മിക്കവാറും ആളുകൾ മരിച്ചിരുന്നത്. അവിടുത്തെ ജനിക്കുന്ന കുട്ടികൾ അംഗവൈകല്യം അതിജീവിക്കാനുള്ള ഗവേഷണത്തിലാണ് ഭൂമിയുടെ ഗർഭപാത്രത്തിലുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ആ പൗഡർ രൂപത്തിലുള്ള അസംസ്കൃത കണ്ടെത്തി അവര് ഫാക്ടറി കൊണ്ടുവന്ന് നിക്കൽ കോട്ട് ചെയ്ത് അത് ബട്ടൺസിന്റെ വലുപ്പത്തിൽ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഒക്കെ മാറ്റി മാട്രസിൽ ഉപയോഗിച്ച്, പില്ലോ പാഡിൽ ഉപയോഗിച്ച്, റെസ്റ്റ് ബാൻഡിൽ ഉപയോഗിച്ച്, നമ്മൾ ഇരിക്കുന്ന സീറ്റിലും ചാരിലും ഉപയോഗിച്ച്, കാറിന്റെ സീറ്റിലും ചാരിലും ഉപയോഗിച്ച്, കണ്ണട ഫ്രെയിമിൽ ഉപയോഗിച്ച്, വാച്ചിന്റെ സ്ട്രാഫിൽ ഉപയോഗിച്ച്, വാട്ടർ എനർജി പാഡായിട്ട് ഉപയോഗിച്ച്, അങ്ങനെ സകലമായ സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് റേഡിയേഷൻ അതിജീവിച്ച് ഇന്ന് ജപ്പാൻ ജനതയുടെ ആയുസ് 90 വയസ്സാണ്. 90 വയസ്സ്. 12.5 കോടി ജനങ്ങളുള്ള ജപ്പാനില് 1 ലക്ഷത്തിന് മേലെ മെമ്പേഴ്സ് 100 വയസ്സിന് മേലെ ജീവിക്കുന്നു. ഈ ശാസ്ത്ര സത്യം മനസ്സിലാക്കിയ ഞാൻ കുളിക്കുന്ന സമയം ഒഴിച്ചുള്ള ബാക്കി എല്ലാ സമയങ്ങളിലും 100-ൽ കൂടുതൽ മാഗ്നറ്റിന്റെ ശരീരത്തിലുണ്ടാവും. കാരണം എന്റെ ശരീരത്തിൽ കാൽഭാഗത്ത് ഞാൻ 2 വാട്ടർ എനർജി പാഡ് ചുറ്റി വെച്ചിട്ടുണ്ടാവും. ഇനി മുട്ടിന് മുകളിൽ ഞാൻ 2 റെസ്റ്റ് ബാൻഡ് ചുറ്റി വെച്ചിട്ടുണ്ടാവും. എന്റെ വലത് കൈത്തണ്ടയിൽ ആഭരണ രൂപത്തിലുള്ള ഒരു റെസ്റ്റ് ബാൻഡ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 10-200 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് എന്റെ ശരീരത്തിലുണ്ടാവും. എന്തിന്? എനിക്ക് കിട്ടിയ റിസൾട്ട് പറഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടു. കാരണം 2 വർഷം മുമ്പ് ഫർണിച്ചർ കടക്കാരനായ ഞാൻ ജീർണിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറി. 2 മുട്ടുകളിലും നീര് വന്നു. പറക്കുക അല്ലെങ്കിൽ ഓടുക അല്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ എഴയുക എന്നുള്ളൊരു തിയറിക്കാരനായിരുന്നു ഞാൻ എഴയുന്നതിനേക്കാളും കഷ്ടമായിട്ട് ഇരിപ്പായി പോയി. സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും ചെയ്തു. കാരണം ആയുർവേദം കഴിച്ച്, അലോപ്പതി കഴിച്ച്, ഹോമിയോ കഴിച്ച്, അക്യുപങ്ക്ചർ ചെയ്ത്, ആളുകൾ പറയുന്ന നാട്ടു മുഴുവൻ വൈദ്യം ചെയ്ത്, ആകെയുള്ള ഒരു പ്രതിവിധി മുട്ടുകാലും മാറ്റിവെക്കുക മാത്രമായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത് 100% ശരിയല്ല. ഇനി അതിനുവേണ്ടി മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അലോപ്പതിനെ പേടിയാണ് എനിക്ക്. അതുകൊണ്ട് അത് വൈകിപ്പിക്കാനായിട്ട് തീരായി. പക്ഷെ മുട്ടുകാല് വളഞ്ഞ് മുടന്തായി നടക്കാൻ പറ്റാത്ത സാഹചര്യമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ ഒരു സുഹൃത്ത് മാഗ്നറ്റ് തെറാപ്പിയുടെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയത്. ആ നിമിഷം തന്നെ ഞാനത് വാങ്ങിച്ചു. കാരണം പണ്ട് മാഗ്നറ്റ് തെറാപ്പിയുടെ ഒരു ബുക്ക് വായിച്ചതിൽ നിന്ന് ഇത് ആന്റി ഇൻഫ്ലമേഷൻ ആണെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. ഈ വാട്ടർ എനർജി പാഡും ഈ റിസ്റ്റ് ബാൻഡും ഞാൻ എന്റെ കാലിലേക്ക് കെട്ടിവെച്ച് 2 ആഴ്ച കൊണ്ട് നീർക്കെട്ടുകൾ മാറി നടക്കാമെന്നുള്ളൊരു പൊസിഷനിൽ വന്ന് ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഞാൻ ഉപയോഗിച്ചപ്പോഴെന്നതിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവുമായിരുന്നു. കാല് മസിൽ വെട്ടി കയറുമായിരുന്നു. കാരണം തണുപ്പ് സഹിക്കാൻ പറ്റൂല, മസിൽ വെട്ടി കയറ്റും. ഇപ്പൊ എനിക്ക് കാല് മസിൽ വെട്ടി കയറ്റില്ല. എന്റെ മുട്ടിന് കീഴ്പോട്ട് കറുപ്പ് നിറമായിരുന്നു. ആ കറുപ്പ് നിറമെല്ലാം മാറി. അവിടെ ഉണ്ടായിരുന്ന വെരിക്കോസ് വെയിൻ മാറി. ബ്ലഡ് സർക്കുലേഷൻ ക്രമമായി. 25-ാമത്തെ വയസ്സിൽ ബയോപ്സി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. വായില് ഏത് നേരവും ഒരു അലർജി ഉണ്ടാവുമായിരുന്നു, ഒരു മൗത്ത് അൾസർ ഉണ്ടാവുമായിരുന്നു. അത് ഞണ്ട്, ചെമ്മീൻ, കോരി പോലുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടു. പിന്നീട് പ്രായമായപ്പോ അതൊക്കെ ശ്രദ്ധിക്കാണ്ടായി. പക്ഷെ ആ അസുഖം മാറി. ഒരു ആമാശയ സംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ക്ലോസറ്റിലേക്ക് പോകും, അത് ദഹിക്കൂല. ആ പ്രശ്നങ്ങൾ മാറി. ഇപ്പൊ രാവിലെ ഉണർന്ന് എഴുന്നേറ്റല്ലെങ്കിൽ മാഗ്നറ്റിക് വാട്ടർ കൊണ്ട് ഞാൻ മുഖം കഴുകും. അത് മുടി ഒന്നും നനച്ച് ഇരുവെക്കുകയും ചെയ്യും. ഇത് 6 മാസക്കാലം ഞാനത് ചെയ്തപ്പോൾ എന്റെ നരച്ച മുടിയെല്ലാം കറുത്ത്. അപ്പൊ അത്രയേറെ മാറ്റങ്ങൾ എന്റെ ശരീരത്തിൽ വന്ന് 79 കിലോ തൂക്കമുണ്ടായിരുന്നു. ഞാനിപ്പോ 70 കിലോ ഉണ്ട്. ഒരു ആന്റി ഏജിങ് പ്രോസസ്സിങ് എന്റെ ശരീരത്തിലേക്ക് വന്നു. അപ്പൊ എന്റെ പ്രിയ സഹപ്രവർത്തകരെ, ഒരു ദൈവത്തിന്റെ കയ്യൊപ്പല്ല, ഈശ്വരൻ ആണ് നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുള്ളത്. അത്രയേറെ മനോഹരമായ ഉൽപ്പന്നങ്ങളാണ്. നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം.
നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കണം, നിങ്ങളുടെ നൈബേഴ്സ് ഉപയോഗിക്കണം, നിങ്ങളുടെ സഹപ്രവർത്തകരും നിങ്ങളുടെ ബന്ധുക്കളും അങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും തന്നെ ഉൽപ്പന്നം ഉപയോഗിക്കാനും, ഒരു കസ്റ്റമറായ നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകാനും, ഒരു ഡിസ്ട്രിബ്യൂട്ടറായ നിങ്ങൾ ഒരു ലീഡർ ആകാനും, അതുവഴി നമ്മളെ സമൂഹത്തിന് ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. എനിക്കൊരു അവസരം തന്ന എല്ലാവർക്കും 1000 നന്ദി. ഓക്കെ.